ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ് ഈ വർഷത്തെ അക്ഷര കൈരളിയിലെ +1 തുല്യത ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. മറ്റു വിഷയങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെയുള്ള ക്ലാസുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. Question number 1 to 4. Read the following passage and answer the questions given below. Each question carries 1 score. തന്നിരിക്കുന്ന പാസേജ് വായിച്ച് 1 മുതൽ 4 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പാസേജ് നോക്കാം. The old man remained in the sun. His kite shop was gone. The premises long since sold to junk dealer. But he still made kites for his own amusement and for the benefit of his grandson Ali. തന്നിരിക്കുന്നത് റസ്കിൻ ബോണ്ടിന്റെ കൈറ്റ് മേക്കർ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ഇതിന്റെ മലയാളം മീനിങ് നോക്കാം. വൃദ്ധൻ സൂര്യപ്രകാശത്തിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പട്ടം വിൽക്കുന്ന കട വിറ്റുപോയിരുന്നു. എങ്കിലും സ്വന്തം സന്തോഷത്തിനും കൊച്ചുമകൻ അലിക്ക് വേണ്ടിയും അദ്ദേഹം ഇപ്പോഴും പട്ടമുണ്ടാക്കുമായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ലെസൺ. ഐഡന്റിഫൈ ദ ലെസൺ. ലെസണിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ദ കൈറ്റ് മേക്കർ. ആൻസർ ദ കൈറ്റ് മേക്കർ. രണ്ടാമത്തെ ചോദ്യം. ഹൂ ഈസ് ഹിയർ റെഫേർഡ് ആസ് ദ ഓൾഡ് മാൻ. ഹൂ ഈസ് ഹിയർ റെഫേർഡ് ആസ് ദ ഓൾഡ് മാൻ. ഇവിടെ ഓൾഡ് മാനായി പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? മെഹമൂദ് ദ കൈറ്റ് മേക്കർ. മെഹമൂദ് ദ കൈറ്റ് മേക്കർ ഈസ് റെഫേർഡ് ആസ് ദ ഓൾഡ് മാൻ. Mahmoud the kite maker is referred as the old man. Question number 3. What happened to his shop? What happened to his shop? അദ്ദേഹത്തിന്റെ കടയ്ക്ക് എന്ത് സംഭവിച്ചു? Answer. His kite shop was sold to a junk dealer. His kite shop was sold to a junk dealer. അദ്ദേഹത്തിന്റെ പട്ടം വിൽക്കുന്ന കട പഴയ സാധനങ്ങൾ വാങ്ങി വിൽക്കുന്ന ഒരു വ്യാപാരിക്ക് വിറ്റിരുന്നു. Fourth question. Why did he still make kites? Why did he still make kites? For his own amusement and for the benefit of his grandson Ali. For his own amusement and for the benefit of his grandson Ali. സ്വന്തം സന്തോഷത്തിനും തന്റെ കൊച്ചുമകൻ അലിക്ക് ഉപകാരപ്പെടുവാനുമായി അദ്ദേഹം ഇപ്പോഴും പട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. Question number 5 to 8. Read the following lines and answer the questions given below. Each question carries 1 score. തന്നിരിക്കുന്ന ലൈൻസ് വായിച്ച് 5 മുതൽ 8 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പോയം വായിക്കാം. I sat watching the birds in my cherry tree. There were so many, they outnumbered the leaves. They would flint and flutter and fly all about, stuffing my cherries in their little mouths. ഇതിന് മലയാളം അർത്ഥം നോക്കാം. കവിയത്രി തന്റെ ചെറിമരത്തിൽ ധാരാളം പക്ഷികൾ വന്നിരിക്കുന്നത് കാണുന്നു. പക്ഷികൾ ഇലകളേക്കാൾ കൂടുതലായിരുന്നു. അവ സന്തോഷത്തോടെ പറന്നു നടക്കുകയും കവയത്രി വളർത്തിയ ചെറിപ്പഴങ്ങൾ കൊത്തി തിന്നുകയും ചെയ്യുന്നു. ഇനി ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഐഡന്റിഫൈ ദ പോയറ്റ്. ഐഡന്റിഫൈ ദ പോയറ്റ്. എലൻ ബെയ്ലി. എലൻ ബെയ്ലി. ക്വസ്റ്റ്യൻ നമ്പർ 6. Where did the poet watch the birds? Where did the poet watch the birds? കവയിത്രി ഈ പക്ഷികളെ എവിടെയാണ് കാണുന്നത്? ആൻസർ. ഇൻ ഹെർ ചെറി ട്രീ. ഇൻ ഹെർ ചെറി ട്രീ. അവരുടെ ചെറിമരത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 7. Why does the poet say the bird outnumbered the leaves? Why does the poet say the bird outnumbered the leaves? എന്തുകൊണ്ടാണ് കവയിത്രി പക്ഷികൾ ഇലകളേക്കാൾ കൂടുതലായിരുന്നുവെന്ന് പറയുന്നത്? ആൻസർ. The poet says the birds outnumbered the leaves because there were so many birds sitting on the cherry tree. The poet says the birds outnumbered the leaves because there were so many birds sitting on the cherry tree. ചെറിമരത്തിൽ ധാരാളം പക്ഷികൾ ഇരുന്നതിനാൽ ഇലകളേക്കാൾ പക്ഷികളായിരുന്നു കൂടുതലെന്ന് കവയിത്രി പറയുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8. Where did they stuff the cherries? Where did they stuff the cherries? അവർ
ചെറിപ്പഴങ്ങൾ എവിടെയാണ് നിറച്ചത്? ആൻസർ, they stuffed the cherries in their little mouths. They stuffed the cherries in their little mouths. അവർ ചെറിപ്പഴങ്ങൾ അവരുടെ ചെറിയ കൊക്കുകളിൽ നിറച്ചു. Question number 9 to 12. Answer any three from the following. Each question carries 2 scores. Question number 9. Write a profile of Dr. B.R. Ambedkar developing the hints given below. തന്നിരിക്കുന്ന ഹിൻസ് ഉപയോഗിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിൻസ് നോക്കാം. ബോൺ 14 April 1891 in മധ്യപ്രദേശ്. പേരൻസ് റാംജി മലോജി സക്പാൽ, ഭീമാബായ് സക്പാൽ. എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ, കൊളംബിയ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ, എക്സെട്ര. പൊസിഷൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, എക്സെട്ര. അവാർഡ്സ് ഭാരത് രത്ന 1990. ഡൈഡ് 6 December 1956. നമുക്ക് പ്രൊഫൈൽ തയ്യാറാക്കാം. പ്രൊഫൈൽ ഓഫ് ഡോക്ടർ ബി ആർ അംബേദ്കർ. Dr. B.R. Ambedkar was born on 14 April 1891 in Madhya Pradesh. His parents were Ramji Maloji Sakpal and Bhimabai Sakpal. He studied at the University of Bombay, Columbia University, and the University of London. He was the chairman of the drafting committee of the Indian Constitution and the first Law Minister of India. He was awarded the Bharat Ratna in 1990. Dr. Ambedkar died on 6 December 1956. He is remembered as the father of Indian Constitution. ഇതാണ് പ്രൊഫൈൽ. നമുക്കിതിന്റെ മലയാളം മീനിങ് ഒന്ന് നോക്കാം. ഡോക്ടർ ബി ആർ അംബേദ്കർ 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ റാംജി മലോജി സക്പാൽ, ഭീമാബായ് സക്പാൽ എന്നിവരാണ്. അദ്ദേഹം ബോംബെ സർവകലാശാലയിലും കൊളംബിയ സർവകലാശാലയിലും ലണ്ടൻ സർവകലാശാലയിലും പഠിച്ചു. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയ സമിതിയുടെ ചെയർമാനും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയുമായിരുന്നു. അദ്ദേഹത്തിന് 1990 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു. 1956 ഡിസംബർ 6 ഡോക്ടർ ബി ആർ അംബേദ്കർ അന്തരിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന പേരിലാണ് അദ്ദേഹം ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്. Question number 10. Change the following sentence into passive voice. Change the following sentence into passive voice. തന്നിരിക്കുന്ന 2 സെന്റൻസ് ആക്റ്റീവ് വോയിസിലുള്ളതാണ്. അതിന് രണ്ടിനെയും പാസീവിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. എ, ഹി ഈസ് റിപ്പയറിംഗ് ദ സൗണ്ട് സിസ്റ്റം. ഹി ഈസ് റിപ്പയറിംഗ് ദ സൗണ്ട് സിസ്റ്റം. ഇവിടെ ഹി എന്നുള്ളത് സബ്ജക്റ്റും ഈസ് റിപ്പയറിംഗ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോമിലും ദ സൗണ്ട് സിസ്റ്റം എന്നുള്ളതും ഒബ്ജക്റ്റുമാണ്. അപ്പോൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് ആദ്യം വരണം. ഈസ് റിപ്പയറിംഗ് എന്നുള്ളത് ഈസ് ബീങ് റിപ്പയർഡ് എന്ന ഫോമിലോട്ടാകും. ഹി എന്നുള്ളത് ബൈ ഹിം ആകും. ആൻസർ നോക്കാം. ദ സൗണ്ട് സിസ്റ്റം ഈസ് ബീങ് റിപ്പയർഡ് ബൈ ഹിം. ദ സൗണ്ട് സിസ്റ്റം ഈസ് ബീങ് റിപ്പയർഡ് ബൈ ഹിം. ഇനി ബി നോക്കാം. ദേ കംപ്ലീറ്റഡ് ദ വർക്ക്. ദേ കംപ്ലീറ്റഡ് ദ വർക്ക്. ഇവിടെ സബ്ജക്റ്റ് ദേയും കംപ്ലീറ്റഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസും ദ വർക്ക് ഒബ്ജക്റ്റുമാണ്. പാസീവിലോട്ട് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് വേണം സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരാൻ. അപ്പോൾ ദ വർക്ക് വാസ് കംപ്ലീറ്റഡ് ബൈ ദം. കംപ്ലീറ്റഡ് എന്നുള്ളത് വാസ് കംപ്ലീറ്റഡ് ആയി മാറും. ദേ എന്നുള്ളത് ബൈ ദം ആയി മാറും. അപ്പോൾ ആൻസർ ദ വർക്ക് വാസ് കംപ്ലീറ്റഡ് ബൈ ദം. The work was completed by them. Question number 11. Fill in the blanks with the correct form of verbs given in brackets. Fill in the blanks with correct form of verbs given in brackets. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വെർബിന്റെ ശരിയായ രൂപം എഴുതി സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എ, the cat dash in the chair. The cat dash in the chair. ഇവിടെ ഈ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ഫോമിലാണ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ് സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ. ഇവിടെ ദ ക്യാറ്റ് സിംഗുലർ ആയതുകൊണ്ട് സ്ലീപ്സ് എന്നുള്ള സിംഗുലർ വെർബ് ഉപയോഗിച്ചിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. ദ ക്യാറ്റ് സ്ലീപ്സ് ഇൻ ദ ചെയർ.
The cat sleeps in the chair. B. The policeman is dash the thief. The policeman is dash the thief. ബ്രാക്കറ്റിൽ ചേസ്. ബ്രാക്കറ്റിൽ ചേസ് എന്നാണ് തന്നിരിക്കുന്നത്. ദ പോലീസ്മാൻ ഈസ് ചേസിങ് ദ തീഫ്. ഇതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ചെയ്യുന്ന പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുമ്പോഴാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ദ പോലീസ്മാൻ ഈസ് ചേസിങ് ദ തീഫ്. ദ പോലീസ്മാൻ ഈസ് ചേസിങ് ദ തീഫ്. Question number 12. What fear did Mikali have of the Orientals? What fear did Mikali have of the Orientals? കിഴക്കൻ രാജ്യക്കാരെ കുറിച്ച് മിക്കാലിക്ക് എന്ത് ഭയമായിരുന്നു? ആൻസർ Mikali feared that the Orientals would steal Christian children, kill them, and drink their blood. Mikali feared that Orientals would steal Christian children, kill them, and drink their blood. Orientals ക്രിസ്ത്യൻ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊന്ന് അവരുടെ രക്തം കുടിക്കുമെന്നായിരുന്നു മിക്കാലിയുടെ ഭയം. Question number 13 to 19. Answer any 5 from the following. Each question carries 4 scores. Question number 13. Sketch the character of Mrs. Popov. Sketch the character of Mrs. Popov. പോപ്പോവിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ Mrs. Popov is the main character in the play The Boor. Mrs. Popov is the main character in the play The Boor. The Boor എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ് മിസസ് പോപ്പോവ്. She is a young widow who lives alone after her husband's death. She is a young widow who lives alone after her husband's death. ഭർത്താവിന്റെ മരണശേഷം ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു വിധവയായിരുന്നു അവൾ. She is deeply sad and spends all time mourning. She is deeply sad and spends all her time mourning. അവൾ വളരെ ദുഃഖത്തിലായിരുന്നു, സദാസമയം അവൾ വിതുമ്പുകയായിരുന്നു. She is loyal and wants to remain faithful to her husband. She is loyal and wants to remain faithful to her husband. മരിച്ച ഭർത്താവിനോട് വിശ്വസ്തതയായി തുടരാൻ അവൾ ആഗ്രഹിച്ചു. She refuses to go out or enjoy life. She refuses to go out or enjoy life. പുറത്തു പോകാനോ ജീവിതം ആസ്വദിക്കാനോ അവൾ തയ്യാറായിരുന്നില്ല. She is polite and speaks respectfully to others. She is polite and speaks respectfully to others. അവൾ വിനയത്തോടെ മറ്റുള്ളവരോട് സംസാരിച്ചു. Mrs. Popov is also brave and self-respecting. Mrs. Popov is also brave and self-respecting. മിസസ് പോപ്പോവ് ധൈര്യശാലിയും ആത്മാഭിമാനമുള്ളവളുമായിരുന്നു. She does not tolerate insults from Smirnov. She does not tolerate insults from Smirnov. സ്മിർനോവിന്റെ അപമാനകരമായ വാക്കുകൾ അവൾക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. She even challenges him to a duel. She even challenges him to a duel. അവൾ സ്മിർനോവിനെ വെല്ലുവിളിച്ചു. This shows that she is bold and fearless. This shows that she is bold and fearless. ഇത് അവളുടെ ധൈര്യവും നിർഭയത്വവും കാണിക്കുന്നു. Later, her anger slowly changes into love. Later, her anger slowly changes into love. പിന്നീട് അവളുടെ കോപം പതുക്കെ സ്നേഹമായി മാറുന്നു. She accepts Smirnov's love and decides to begin a new life. She accepts Smirnov's love and decides to begin a new life. അവൾ സ്മിർനോവിന്റെ സ്നേഹം സ്വീകരിക്കുകയും പുതിയൊരു ജീവിതം തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. Mrs. Popov changes from a sorrowful widow into a cheerful woman. Mrs. Popov changes from a sorrowful widow to a cheerful woman. ദുഃഖിതയായ ഒരു വിധവയിൽ നിന്നും സന്തോഷമുള്ള സ്ത്രീയായി അവൾ മാറുന്നു. She is strong and interesting character in the play. She is a strong and interesting character in the play. ഈ നാടകത്തിലെ ശക്തവും ശ്രദ്ധേയവുമായ കഥാപാത്രമായിരുന്നു അവൾ. Mrs. Popov teaches us that life should move on sorrow. Mrs. Popov teaches us that life should move on sorrow. ദുഃഖത്തിന് ശേഷവും ജീവിതം മുന്നോട്ട് പോകണമെന്ന് മിസ് പോപ്പോവ് നമ്മെ പഠിപ്പിക്കുന്നു. Question number 14. Write
an appreciation of the following lines. Write an appreciation of the following lines. തന്നിരിക്കുന്ന ലൈൻസിന്റെ അപ്രീസിയേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പോയം നോക്കാം. But these feathered friends thought not of me. They kept nibbling and gobbling on my cherries. Stop, I shouted, and leave that tree. You have taken more cherries than you need. എലൻ ബെയ്ലിയുടെ മൈ ചെറി ട്രീ എന്നുള്ള പോയത്തിലെ വരികളാണിവ. അപ്രീസിയേഷൻ നോക്കാം. These lines are from the poem My Cherry Tree by Ellen Bailey. These lines are from the poem My Cherry Tree by Ellen Bailey. എലൻ ബെയ്ലിയുടെ മൈ ചെറി ട്രീ എന്ന പോയത്തിലെ വരികളാണിവ. In these lines, the poet becomes angry because the birds keep eating the cherries without stopping. In these lines, the poet becomes angry because the birds keep eating the cherries without stopping. ഈ വരികളിൽ പക്ഷികൾ ചെറികൾ മുഴുവൻ തിന്നുന്നതിൽ കവി ദേഷ്യപ്പെടുന്നു. The poet feels that the birds do not care about the hard work she did to grow the tree. The poet feels that the birds do not care about the hard work she did to grow the tree. മരം വളർത്താൻ താൻ ചെയ്ത കഠിനാധ്വാനം പക്ഷികൾ വിലമതിക്കുന്നില്ലെന്ന് കവയിത്രിക്ക് തോന്നുന്നു. She asked them to stop because they have already taken enough cherries. She asked them to stop because they have already taken enough cherries. അതിനാൽ പക്ഷികളോട് മതിയാവുന്നത്ര ചെറികൾ എടുത്തുവെന്നും ഇനി നിർത്തണമെന്നും പറയുന്നു. These lines humorously show how people become selfish and possessive about nature. These lines humorously show how people become selfish and possessive about nature. നർമ്മത്തിലൂടെ മനുഷ്യന്റെ പ്രകൃതിയോടുള്ള സ്വാർത്ഥതയും ഉടമസ്ഥാബോധവും കവയിത്രി പ്രകടിപ്പിക്കുന്നു. The poet also gives the message that greed is not good and that we should share nature's gift with others. The poet also gives the message that greed is not good and that we should share nature's gift with others. പ്രകൃതിയുടെ വരദാനങ്ങൾ പങ്കുവെക്കണമെന്നും അത്യാഗ്രഹം നല്ലതല്ല എന്ന സന്ദേശവും ഈ വരികൾ നമുക്ക് നൽകുന്നു. Question number 15. Fill in the blanks with words, choosing the correct one from the words given in the brackets. തന്നിരിക്കുന്ന 3 ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വായിക്കാം. He dash, living, lived, leaves, like the beast of the field. ഇത് ഒരു പാസ്റ്റ് ടെൻസ് രൂപത്തിലുള്ള സെന്റൻസ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ ലീവ്ഡ്. ലീവ്ഡ് ആണ് ഇവിടുത്തെ ആൻസർ. He was in the midst of men, yet, no, knew, known. യെറ്റിന് ശേഷം ഒരു പാസ്റ്റ് ടെൻസ് വെർബാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഉത്തരം ന്യൂ. ന്യൂ. No one loved, no one exciting in the breast at two of the peasants. ഇവിടെ ഏറ്റവും ഉചിതം ഓഫ്. In the breast of the peasants. Only a sort in of to careless. Sort of. A sort of. ഇവിടെ ഉത്തരം a sort of. Careless contempt and smoldering hostility. സെന്റൻസ് മൊത്തത്തിലൊന്ന് വായിക്കാം. He lived like the beast of the field. He was in the midst of men, yet knew none, loved no one, exciting in the breast of the peasants, only a sort of careless contempt and smoldering hostility. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ നെക്സ്റ്റ് പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. തുടർന്ന് ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എക്സാം റിലേറ്റഡ് ക്ലാസ്സുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു എവ്രിവൺ.